നമസ്കാരം. മിനിമം അവർ 1 വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ അതിനെ വന്ധ്യത എന്ന് പറയാം. 35 വയസ്സിൽ താഴെയുള്ള സ്ത്രീയും പുരുഷനുമാണെങ്കിൽ, 35 വയസ്സിൽ മേലെയാണ് സ്ത്രീകളുടെ പ്രായമെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചികിത്സകൾ തുടങ്ങാവുന്നതാണ്. രണ്ടുപേരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോഴാണ് എപ്പോഴും നമുക്കൊരു വന്ധ്യത എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു കപ്പിളിനെ ഒരു യൂണിറ്റായിട്ടേ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 40 മുതൽ 50% സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ ഏകദേശം 40 മുതൽ 50% വരെ പുരുഷൻ്റെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻസ് വരാം. ഇത് രണ്ടും കൂടെ ഏകദേശം 80% പുരുഷൻ്റെയും സ്ത്രീകളുടെയും കോൺട്രിബ്യൂഷൻസ് വരാം. ഇവർ തമ്മിൽ ഇടയ്ക്ക് രണ്ടുപേർക്കും പ്രശ്നമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവാം. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഏകദേശം ഒരു 10% വരും. സ്ത്രീകളുടെ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ചിലപ്പോൾ ഓവുലേഷൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഗർഭാശയത്തിലുള്ള മുഴകളായിരിക്കാം, അണ്ഡാശയത്തിലുള്ള മുഴകളായിരിക്കാം, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആയിരിക്കാം. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ.